ഗൗതം, ശത്രു സംഹാര പൂജ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എന്താ, നിനക്ക് ശത്രുക്കളില്ലേ? കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും. നിലവിൽ ഇപ്പം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ പല ഇതും ചെയ്തിട്ടുണ്ട്. ശത്രു സംഹാര പൂജ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അത്ര ശത്രു സംഹാരം ചെയ്യാൻ മാത്രം ഒരു വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. പക്ഷെ ഇപ്പൊ സമ്മർദ്ദങ്ങള് ഇപ്പൊ മാനസികമായി സമ്മർദ്ദം അനുഭവിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി സമ്മർദ്ദത്തിലാക്കിയ നമ്മുടെ ADGP അജിത് കുമാർ കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിലെത്തി ശത്രു സംഹാര പൂജ നടത്തിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം എത്തിയത്. കണ്ണൂരിലെ മാടായിക്കാവ് അതുപോലെ തന്നെ രാജരാജേശ്വരി ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതിരാവിലെ. ഇവിടെ എല്ലാം പോയി ശത്രു സംഹാര പൂജ നടത്തിയോ? ഇവിടെ എല്ലാം പോയിട്ടില്ല. ഇവിടെയാണ് നടത്തിയത്. നമ്മുടെ മാടായിക്കാവിലാണ് നടത്തിയത് പ്രധാനമായിട്ടും ശത്രു സംഹാര പൂജ. പുലർച്ചെ 5:00 അദ്ദേഹം എത്തിയത് കണ്ണൂർ മാടായിക്കാവിൽ. ഒന്നുകിൽ ADGPയുടെ ശത്രു ഈ RSS ബന്ധം പുറത്തു കൊണ്ടുവന്നത് VD സതീശനാണ്. പിന്നെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇവർക്ക് അൻവറാണ്. അപ്പോ ഇവർക്കൊക്കെ എതിരായിരിക്കും. അതിന് നമ്മൾ അറിയാത്തൊരു ശത്രു കാണുമോ? കാരണം ADGPയെ നീക്കം ചെയ്യാനുള്ള ഒരു ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ വലിയ ശത്രുവാണ്. അപ്പോൾ ആ വഴിക്ക് ഒതുക്കൽ പരിപാടികൾ നേരിട്ട് നടത്തിയാൽ ആളുകൾ അറിയുന്നു പറഞ്ഞ് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു സംഹാരം വന്നു, സ്വയരക്ഷയ്ക്ക് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇതൊരു വാർത്ത നമുക്ക് വായിക്കുമ്പോൾ ഒരു രസകരമായി തോന്നുമെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു വാർത്തയാണ്. നമുക്ക് ചിരിയൊക്കെ വരുന്നെങ്കിൽ പോലും വളരെ, കാരണം ഒരു ADGP എനിക്കിപ്പോൾ ചോദിക്കാൻ തോന്നുന്നത് എന്താണെന്നറിയാമോ? ADGP RSSന്റെ ഒരു നേതാവിനെ കാണാൻ പോയപ്പോ എന്തിനു പോയി, എന്തിന് സ്വകാര്യ സന്ദർശനം നടത്തി എന്ന് ചോദിച്ചവർ അല്ല, അങ്ങനെ പിണറായി ചോദിച്ചോ എന്തിന് പോയി എന്ന് പിണറായി ചോദിക്കണം. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മുടെ തലപ്പത്തിരിക്കുന്ന ബോസ് അറിയാതെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP RSS നേതാവിനെ കാണാൻ പോകുമെന്ന് നിഷ്കളങ്കരായ ആരും വിശ്വസിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ പോലും വിശ്വസിക്കൂല. പിന്നെയാണോ സാധാരണക്കാർ? അപ്പോൾ അജിത് കുമാർ പോയത് പിണറായി വിജയന്റെ അറിവോടെ തന്നെയാണെന്ന് കേരളത്തിലെ ഏത് സാധാരണ കുട്ടിക്കും അറിയാം. ഇദ്ദേഹത്തെ ഇത്രയും സമ്മർദ്ദത്തിലായിരിക്കുകയാണ് CPM, പിണറായി വിജയൻ. CPI നേതാവ് ആയിട്ടുള്ള ബിനോയ് വിശ്വം ഇപ്പം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച പറഞ്ഞിട്ടുണ്ടായി, ഉടനെ തന്നെ അദ്ദേഹത്തെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പുറത്താക്കും. അദ്ദേഹം തുടരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്ര വൈകിപ്പിക്കുന്നേ? പുറത്താക്കി കൂടെ ഇവർക്ക്? അതെങ്ങനെ പുറത്താക്കാൻ കഴിയും? ADGPയെ ഇവർക്ക് ഈ RSS ബന്ധമുള്ള AGPയെ പുറത്താക്കുന്നതിൽ എന്താണ് RSS ബന്ധം? ഒരു പക്ഷെ RSSനെ പിണക്കേണ്ടി വരുമോ ADGPയെ പുറത്താക്കി? അല്ല, RSS ബന്ധമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? ബിനോയ് വിശ്വം അതിന് മറുപടി പറ. RSS ബന്ധം ഉണ്ട് എന്ന് അൻവർ പറഞ്ഞു. ഒരാൾ ആരോപിക്കുന്നുണ്ട് മകളെ സംരക്ഷിക്കാനായി. നമ്മൾ നോക്കുമ്പോഴും അങ്ങനെയാണല്ലോ. എല്ലാ പരാതികളും എല്ലാ അന്വേഷണങ്ങളും മുഖ്യമന്ത്രിയുടെ പടിവാതിലിന് ഇപ്പുറമാണ് നിൽക്കുന്നത്. പടിവാതിലിനുള്ളിലേക്ക് കടക്കുന്നില്ല. പിന്നെ മിണ്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വരുന്നു എന്ന് അവർ തന്നെ മുന്നറിയിപ്പ് നൽകിയാൽ സെക്രട്ടേറിയറ്റിലെ എല്ലാ ഫയലുകളും കത്തും, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ADGPയെ നീക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് RSSകാരുമായി ഇത്രയും അടുത്ത ബന്ധമുള്ള RSS 1 കോടി രൂപ തലയ്ക്ക് വില പറഞ്ഞ പിണറായി വിജയന് ഇപ്പോൾ RSSുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എങ്കിൽ, പിരിയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ ആദ്യം പാർട്ടി പുറത്താക്കേണ്ടത് ആദ്യം പിണറായി വിജയനെയല്ലേ? അതിനുശേഷമല്ലേ ADGP അജിത് കുമാറിനെ പുറത്താക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നീക്കങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇവിടെ ADGPയെ പുറത്താക്കിക്കൊണ്ട് പിണറായി, കാരണം ADGP എന്തെങ്കിലും മാത്രമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നാണം കെട്ട് നാറുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പറയും RSSന് CPMുമായി എന്ത് ബന്ധം? RSSന് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം? RSSന് മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ട്. എന്താണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് BJP ആണെങ്കിലും ഭരിക്കുന്ന ഞാൻ പറഞ്ഞ അഴിമതി വീരനായിട്ടുള്ള മുഖ്യമന്ത്രി എന്തിനാണ് RSS ഉപയോഗിക്കുന്നത്?
അഴിമതി RSSന് മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല, പക്ഷെ മുഖ്യമന്ത്രിക്ക് RSSന്റെ ആവശ്യമുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ആവശ്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പറയും ഇപ്പോൾ RSSൽ തന്നെ വലിയ ഗീർവാണം അടിക്കുന്നവരൊക്കെ ചോദിക്കും, RSSന് എന്തിൻ്റെ ആവശ്യം? RSSന് പണം വേണ്ട, പദവി വേണ്ട, RSSന് ലോകം കീഴടക്കണ്ട. RSSന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എന്താണ്? രാജ്യത്തെ സേവിക്കുക. ഞങ്ങൾ സ്വയം സേവകരാണ്, രാജ്യത്തെ സേവിക്കാൻ സന്നദ്ധരായി ഇറങ്ങിയവരാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞോ, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്തിനാണ് ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു IDGPയെ കണ്ടത്? നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ക്ലിയർ ആണ്, നിങ്ങൾ കട്ടാൻ ക്ലിയർ ആണ്. ഒരു പ്രശ്നവും RSSനില്ല. RSS ഒന്നിൽ അഴിമതിയില്ല, ഒരു നേട്ടങ്ങളോ ആഗ്രഹിക്കുന്നവരല്ല, ഒരു പദവി ആഗ്രഹിക്കുന്നവരല്ല, പണം ആഗ്രഹിക്കുന്നവരല്ല, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല. എല്ലാം ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾ പറയുന്നത് തന്നെയാണ് സത്യം. RSSനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, എല്ലാം നിങ്ങൾ പറയുന്നത് തന്നെയാണ് സത്യം. അങ്ങനെയുള്ള ഒരു RSSന്റെ സംഘടനയിലുള്ള ഒരാളെങ്കിലും പറയണം എന്തിനാണ് ADGP കാണാൻ പോയത്. ഇനി ADGP RSSൽ ചേരാൻ വല്ല ഉദ്ദേശമുണ്ടോ? റിട്ടയർമെന്റ് കാലാവധി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. ഈ കാലാവധി കഴിഞ്ഞതിന് ശേഷം RSS ശാഖയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണ് മുറിവേൽപ്പിക്കണ്ട, വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കാത്തത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം RSSന്റെ മടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. പ്രധാനമന്ത്രി മോദിയേക്കാൾ പവർ ഉണ്ട് യഥാർത്ഥത്തിൽ മോഹൻ ഭാഗവത്. തീർച്ചയായിട്ടും ഉണ്ട്. RSS പറയുന്നതാണ്. പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഭരിക്കുന്നത് ഘടകകക്ഷികളും RSS ഇതിലൊന്നിലും ഇടപെടുന്നില്ല, RSS ഇതിലൊന്നിലും നോക്കുന്നില്ല, എല്ലാം ഭരിക്കുന്നത് NDA സർക്കാരാണെന്നൊക്കെ പറയുമ്പോഴും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് RSS ആണ്. അത് നന്നായിട്ട് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ നേതാവ് കേരളത്തിലെ തൃശ്ശൂരിലെത്തിയപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ഒരു ആൾ കാണാൻ പോയത്. അപ്പൊ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിനെയൊക്കെ ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അഭയം പ്രാപിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് RSS മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബംഗാളും ത്രിപുരയിൽ നിന്നൊക്കെ ഔട്ടായ സ്ഥിതിക്ക് കേരളത്തിലും ഇനി CPMന് വലിയ സാധ്യത ഉണ്ടെന്ന്. കാരണം പിണറായി വിജയൻ അത്രത്തോളം 2 കൊല്ലം കൊണ്ടിരുന്ന് മൊത്തത്തിൽ ഒന്ന് കുളമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഭാവി ഇന്ത്യയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പും കാവിയായിരിക്കും. സാധ്യതയില്ലെന്ന് ഇന്നലെ ആരോ ഇന്നലെ രോഹിത്താണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ പറയുന്നതായിട്ട്. ആരാ പറഞ്ഞത് ചക്കക്കൊടി ചുവപ്പാണെന്ന്? അത് നന്നായി ഒന്ന് ഉരച്ച് കഴിക്കാൻ അറിയാതെ കാവിക്കളറാണെന്ന്. അപ്പോൾ ഇപ്പോൾ ആ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇനി ഇന്നലെ നമ്മുടെ PSN സാറുമായിട്ട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, നാളെ ദേശീയ സെക്രട്ടറി ആയി ഒരു RSS നേതാവ് വരൂല എന്ന്. കുസൃതി ചോദ്യം. എന്താണ് ഉറപ്പ്? ഇനി 2.5 വർഷം ഞങ്ങൾ ഭരിക്കാൻ, 2.5 വർഷം നിങ്ങൾ ഭരിക്കുമെന്ന് കേരളത്തിൽ പറയാനുള്ള കാലം അതിവിദൂരമല്ല. അതിന് ഒന്നാമത്തെ അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CPMന്റെ അകത്ത് CPM പൊതുവെ ഒരു ഹിന്ദു പാർട്ടിയാണെന്നുള്ളൊരു വിലയിരുത്തലുണ്ടല്ലോ മൊത്തത്തിൽ. അതിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസം പിന്തുടരുന്ന ഒരാൾക്കൊരു കമ്മ്യൂണിസത്തിലേക്കൊന്നും പോകാൻ വേണ്ടി സാധിക്കില്ല. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ആശയമാണ്. പക്ഷേ മറ്റേ ഇതിൽ അങ്ങനെയല്ല, കമ്മ്യൂണിസം കുഴപ്പമില്ലാത്തൊരു സാധനമാണെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് പോകാൻ പറ്റുന്ന എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതിൽ. അതുകൊണ്ടാണ് ഈ ബന്ധം ഉണ്ടാവുന്നത്. ഇവർക്കൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുമുണ്ട്, ഇവർക്കൊരു RSS വിരുദ്ധതയുമുണ്ട്. എന്നിട്ടും എങ്ങനെ ഒന്നായി എന്നുള്ള ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ പറയുന്നത് കോൺഗ്രസ് മുക്തം ഇല്ല, ഹിന്ദു വിരുദ്ധത ഹിന്ദു എന്ന് പറയുന്ന ഘടകമായിരിക്കണം. ഈ നമ്മുടെ BJP കേന്ദ്രത്തിൽ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പൊ രണ്ടുപേർക്കും കോൺഗ്രസിനെ ഇല്ലാതാക്കണം. അതിനു വേണ്ടി ഒറ്റക്കെട്ടായി ചിലപ്പോൾ അതിന് കാണാൻ പോയതാണ് എന്ന് പറഞ്ഞാലോ. കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ കേരളത്തിന് പുറത്തെ ഇവർ ഒന്നുമാണ്, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒന്നുമാണ്. എനിക്ക് തോന്നുന്നു ADGP അജിത് കുമാർ പോയത് അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിനായിരിക്കില്ല. സത്യസംസ്കാര പൂജ നടത്താൻ പോയത് പിണറായി വിജയന് വേണ്ടിയായിരിക്കും. പിണറായി വിജയന് 4 ആൾ കാണാൻ അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ, കമ്മ്യൂണിസ്റ്റുകാരല്ലേ. അവർക്ക് ദൈവവിശ്വാസം പാടില്ലല്ലോ, അവർക്ക് ദൈവമില്ലല്ലോ. അവരുടെ ദൈവം എന്ന് പറയുന്നത് മറ്റേ ചെഗുവേരയും മാവോയും അതൊക്കെ ഇല്ല അവരുടെ ദൈവം എന്ന് പറയുന്നത്. അവരുടെ കൺകണ്ട ദൈവം, അവരൊക്കെ ദൈവമാണ്. പക്ഷേ പിണറായി വിജയൻ പണ്ടൊരു സിനിമയിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ വിശ്വസിക്കാതെ മനുഷ്യനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല.
എന്തെങ്കിലും വീട്ടിൽ ഇരുന്ന് വിളിക്കണായിരിക്കും. എൻ്റെ ദൈവമേ ഇതിന്നൊക്കെ എന്നെ ഇപ്പൊ സ്വപ്നയുടെ പ്രശ്നം വന്നപ്പം ആഞ്ഞു വിളിച്ചെന്ന് തോന്നുന്നു, എൻ്റെ ദൈവമേ സ്വപ്നയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേന്ന്. അപ്പോൾ പോയി. എനിക്ക് ഓർമ്മ വരുന്നത് എന്തെന്നറിയാവോ, സന്ദേശ സിനിമയിൽ ശങ്കരാടി തലയിൽ മുണ്ടുകൊണ്ട് അമ്പലത്തിൽ തൊഴാകുമ്പോ ശ്രീനിവാസനും അവിടെ എത്തി. ഞാനും വരാറുണ്ട്. അതുപോലെയാണ്. എന്തായാലും ചർച്ച അവസാനിക്കുന്നതിന് മുമ്പേ ADGPയുടെ സംഹാര പൂജ വലിക്കട്ടെ. അല്ല, എന്തിനേ ADGPയുടെ ശത്രുക്കൾക്കൊക്കെ നല്ലതുണ്ടാവട്ടെ, നല്ലത് വരട്ടെ ഭഗവാനെ. ശരി.